കാറ്റത്ത് കിളിക്കൂടിന്റെ അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സ്കൂട്ടറിൽ ഓഫീസിലേക്ക് ഇറങ്ങിയ നിധിയുടെ പുറകെ ബൈക്കിൽ വന്ന് ഗായത്രിയുടെ കാര്യം സംസാരിച്ച് അവളെ ദേഷ്യം പിടിപ്പിക്കുകയാണ് സുധീഷ്. അങ്ങനെ പോകുന്നതിനിടയിൽ പെട്ടെന്ന് നിധിയുടെ വണ്ടി കംപ്ലൈന്റ് ആവുകയാ. സുധീഷ് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലും ഗായത്രിയെ കുറിച്ച് പറഞ്ഞ് നിധിയെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. വണ്ടി റെഡിയാവാത്തതിനാൽ ഹരീഷിന്റെ കട അടുത്താണെന്നും അവിടേക്ക് പോയാലെന്നും സുധീഷ് പറയുന്നുണ്ടെങ്കിലും താനൊരു ഓട്ടോ പിടിച്ച് ഓഫീസിലേക്ക് പോയിക്കൊള്ളാമെന്ന് നിധി പറയുകയാണ്. വണ്ടിക്ക് ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കുമെന്നും ഹരീഷ് അത് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി തരുമെന്നും പറഞ്ഞ് തന്റെ ബൈക്ക് അവിടെ ഒതുക്കി മാറ്റി നിർത്തി നിധിയുടെ സ്കൂട്ടറും തള്ളി അവളെയും കൂട്ടി ഹരീഷിന്റെ കടയിലേക്ക് നടക്കുകയാണ് സുധീഷ്. അങ്ങനെ നടക്കുന്നതിനിടയിലും നിധിയുടെ ടെൻഷൻ കണ്ട് താൻ ഗായത്രിയുമായി സംസാരിക്കുന്നത് നിധിക്ക് ഫീൽ ആവുന്നുണ്ടോന്ന് സുധീഷ് ചോദിക്കുകയാണ്. സുധീഷ് ഗായത്രിയുമായി സംസാരിക്കുന്നത് കൊണ്ട് തനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ലെന്നും താൻ സുഭാഷ് ഏട്ടനെ കുറിച്ചാണ് ചിന്തിച്ചതെന്നും നിധി പറയുകയാണ്. വേറെന്തെങ്കിലും കാരണം കൊണ്ടാണോ സുഭാഷ് ഏട്ടൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും സുഭാഷ് ഏട്ടന് ഹർട്ടാവുന്ന രീതിയിൽ സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ തെറ്റായി ഒന്നും സംഭവിക്കരുതെന്നും അതാണ് തന്റെ മനസ്സിലെ പേടിയെന്നും നിധി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ വീട് വിട്ടു പോകുമെന്ന് നിധി പറഞ്ഞ വാക്കു പാലിക്കേണ്ടി വരുമെന്ന പേടിയല്ലേ നിധിക്കെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ താൻ ഉറപ്പായും വീട് വിട്ടു പോകുമെന്നും സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ തെറ്റായി ഒന്നും നടക്കരുതെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും നിധി തീർത്തു പറയുകയാണ്. മെക്കാനിക്കൽ ഷോപ്പിലെത്തിയ നീതുവിനോട് ഹരീഷ് സുഭാഷ് ഏട്ടന്റെ കല്യാണം റെഡിയായ കാര്യം പറയുന്നുണ്ട്. അക്കാര്യം അറിഞ്ഞ നീതുവിനും സന്തോഷമാവുകയാ. സുഭാഷ് ഏട്ടൻ വീട്ടുകാരുമായി ഡിസ്കസ് ചെയ്യാതെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയതും പെൺകുട്ടിയെയോ വീട്ടുകാരെയോ കുറിച്ച് അന്വേഷിക്കാതെ ബ്രോക്കർ പറഞ്ഞ വാക്കുകൾ മാത്രം കേട്ട് നിശ്ചയം നടത്താൻ തീരുമാനിച്ചതിനെ കുറിച്ചുമുള്ള ടെൻഷനെല്ലാം ഹരീഷ് നീതുവുമായി പങ്കുവയ്ക്കുകയാണ്. സുഭാഷ് ഏട്ടന്റെ കല്യാണം റെഡിയായതോർത്ത് സന്തോഷിക്കണമെന്നും സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കല്യാണം നടത്താമെന്നും നീതു പറയുകയാണ്. അപ്പോഴാണ് വണ്ടിയുമായി സുധീഷും നിധിയും അങ്ങോട്ടെത്തുന്നത്. വണ്ടി കംപ്ലൈന്റ് ആണെന്നറിഞ്ഞ് ഹരീഷ് ആ വണ്ടി നോക്കുകയാണ്. 24 മണിക്കൂറും ഹരീഷിന്റെ കടയിൽ വന്നിരിക്കുന്ന നീതുവിനെ സുധീഷ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഹരീഷിനെ ഫുൾ ടൈം തനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നുവെന്നും പ്രണയിച്ച് വിവാഹം കഴിച്ച സുധീഷ് ഏട്ടനെ തന്റെ ഫീൽ മനസ്സിലാവുന്നില്ലെന്നും നീതു ചോദിക്കുന്നുണ്ട്. ആ ഫീലെല്ലാം തനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് നിധിയെ ശ്രദ്ധിച്ച് അർത്ഥം വെച്ച് സുധീഷ് പറയുകയാ. സുഭാഷ് ഏട്ടന്റെ വിവാഹം റെഡിയായതിന്റെ സന്തോഷം നീതു പ്രകടിപ്പിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ കാര്യമോർത്ത് തനിക്ക് പേടി തോന്നുന്നുണ്ടെന്നും സുഭാഷ് ഏട്ടൻ വിവാഹത്തിന് സമ്മതം അറിയിച്ചെങ്കിലും മനസ്സിൽ എന്തോ ഒളിക്കുന്നുണ്ടെന്നും ഹരീഷ് ടെൻഷനോടെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ കല്യാണ കാര്യത്തെക്കുറിച്ചോർത്ത് ആരും ടെൻഷൻ ആവരുതെന്നും എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ നോക്കണമെന്നും നീതു പറയുമ്പോൾ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂവെന്നും തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ലെന്നും നീതി പറയുന്നുണ്ട്. കല്യാണം നടക്കാതിരിക്കുന്നതിനേക്കാളും ഭേദമാണ് കല്യാണം നടന്നതിനു ശേഷം അതിൽ വരുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് നീതു പറയുന്നത് ഹരീഷിന് ഇഷ്ടമാവുന്നില്ല. വണ്ടി റെഡിയായി സുധീഷും നിധിയും അതുമായി അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞതിനു ശേഷം പ്രശ്നം ഫേസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് നീതു പറഞ്ഞതിനെ ഹരീഷ് അവളെ ചോദ്യം ചെയ്യുന്നുണ്ട്. 32 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്നും സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കല്യാണം നടക്കൂവെന്നും നീതു പറയുന്നത് ഹരീഷിനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കല്യാണം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നത് തന്റെ പ്രശ്നമല്ലെന്നും സുഭാഷ് ഏട്ടന് നല്ലൊരു ജീവിതം കിട്ടണമെന്നതാണ് തനിക്ക് പ്രധാനമെന്നും ഹരീഷ് പറയുകയാണ്. അത് കേട്ട് ഹരീഷ് സെൽഫിഷ് ആണെന്ന് നീതു പറയുന്നത് ഹരീഷിനെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടെ തമ്മിൽ വഴക്കടിച്ച് നീതുവിനെ കടയിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഹരീഷ്. നീതു ദേഷ്യത്തോടെ തന്റെ ബാഗും എടുത്തു പോവുകയാ. പിന്നീട് സുഭാഷ് ഏട്ടനെ കാണാനായി സുധീഷ് സുഭാഷ് ഏട്ടന്റെ പണി സൈറ്റിലെത്തുകയാ. ഒരു പണിക്കാരനെ പറഞ്ഞു വിട്ട് സുഭാഷ് സുധീഷിന് ജ്യൂസ് എല്ലാം വാങ്ങിക്കൊടുക്കുകയാ. അവിടെയുള്ള അവിനാശിനോട് ചാന്ദിനിയെക്കുറിച്ചും സുധീഷ് അന്വേഷിക്കുകയാണ്. അവളിപ്പോൾ നന്നായി മലയാളം സംസാരിക്കുമെന്ന് അവിനാശ് പറയുമ്പോൾ തറവാട്ടമ്പലത്തിൽ പോയപ്പോൾ ഞങ്ങൾ കൊടുത്ത ട്രെയിനിങ് ആണ് അതിന് കാരണമെന്ന് സുധീഷും ചിരിയോട് പറയുന്നുണ്ട്. പിന്നീട് സുഭാഷ് ഏട്ടൻ ഓക്കെ അല്ലേന്നും ഇഷ്ടപ്പെട്ടല്ലേ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്നും സുധീഷ് ചോദിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാണ് താൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്നും എല്ലാവരും എന്താ ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നതെന്നും സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. വീട്ടുകാരുമായൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് ബ്രോക്കറെ വിളിച്ചു വരുത്തി എല്ലാ കാര്യങ്ങളും സുഭാഷ് ഏട്ടൻ തന്നെ ഏർപ്പാട് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് സുധീഷ് പറയുമ്പോൾ തറവാട്ട് അമ്പലത്തിൽ പോയി നടത്തിയ പൂജകളും വഴിപാടുമാണ് പെട്ടെന്ന് വിവാഹം നടക്കാൻ കാരണമായതെന്ന് സുഭാഷും പറയുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടിയെ കണ്ട് സംസാരിക്കണമെന്നും പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവെക്കണമെന്നും സുധീഷ് സുഭാഷ് ഏട്ടനെ ഉപദേശിക്കുന്നുണ്ട്. അതൊക്കെ സംസാരിക്കാമെന്ന് സുഭാഷ് സമ്മതിക്കുമ്പോൾ ഓൾറെഡി ഇതൊക്കെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അവളുടെ നമ്പർ തന്റെ കയ്യിലില്ലെന്നും
ബ്രോക്കറാണ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ജയന്തിയെ വിളിച്ച് സെറ്റാക്കിയതെന്നും സുഭാഷ് പറയുന്നത് കേൾക്കെ ഇതുവരെ നമ്പർ വാങ്ങിക്കാത്തതിന് സുഭാഷ് ഏട്ടനെ കുറ്റപ്പെടുത്തി. സുധീഷ് ബ്രോക്കറെ വിളിച്ച് ജയന്തിയുടെ നമ്പർ വാങ്ങിച്ച് സുഭാഷിന്റെ മൊബൈലിൽ സേവ് ചെയ്യുകയാ. അപ്പോൾ തന്നെ ജയന്തിയെ വിളിക്കാനായി സുഭാഷ് ഏട്ടനോട് സുധീഷ് പറയുന്നുണ്ടെങ്കിലും തനിക്ക് ജോലി തിരക്കാണെന്നും പിന്നീട് വിളിക്കാമെന്നും സുഭാഷും പറയുകയാ. സുഭാഷ് ഏട്ടൻ ഫ്രീ ആവുമ്പോൾ ജയന്തിക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യണമെന്നും ഓർമ്മിപ്പിച്ച് തന്റെ മൊബൈലിലും ജയന്തിയുടെ നമ്പർ സേവ് ചെയ്ത് സുധീഷ് അവിടെ നിറങ്ങുകയാ. പിന്നീട് സുധീഷും നിധിയും ജയന്തിയെ കാണാൻ തീരുമാനിക്കുകയാ. ജയന്തിയെ വിളിച്ച് ഒരു കോഫി ഷോപ്പിലേക്ക് വരാനായി പറഞ്ഞ് നിധിയെ ഓഫീസിൽ ചെന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാ സുധീഷ്. ഇതിനിടയിൽ ജോലി ചെയ്തു ക്ഷീണിച്ച നിധിക്ക് പെട്ടെന്നൊരു ചായയെല്ലാം വാങ്ങി കൊടുക്കുന്നുണ്ട് സുധീഷ്. പിന്നീട് അവർ കോഫി ഷോപ്പിലെത്തി ജയന്തിയെ കാണുകയാണ്. ഫാമിലിയായി വീട്ടിൽ വന്നപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലെന്നും അതുകൊണ്ടൊന്ന് ഫ്രീ ആയി കണ്ട് സംസാരിക്കാനാണ് വരാൻ പറഞ്ഞതെന്നും ജയന്തിയോടായി സുധീഷും നിധിയും പറയുന്നുണ്ട്. എന്താണ് ചോദിക്കാനുള്ളതെന്ന് ജയന്തി ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടനെ തന്റെ സ്വന്തം ചേട്ടനായാണ് കാണുന്നതെന്നും സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ടോ എന്നും നിധി ചോദിക്കുന്നുണ്ട്. തനിക്ക് സുഭാഷിനെ ഇഷ്ടപ്പെട്ടെന്നും അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുന്നതെന്നും ജയന്തി പറയുന്നുണ്ട്. 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് വരാൻ ജയന്തി റെഡിയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ തനിക്കതൊന്നും പ്രശ്നമല്ലെന്നും എത്രയും പെട്ടെന്ന് തന്റെ കല്യാണം നടത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും എക്സ് ഹസ്ബൻഡിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അയാളില്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കില്ലെന്ന അയാളുടെ ചിന്തയെന്നും ഡിവോഴ്സ് നടന്നാൽ തനിക്കൊരു ജീവിതമില്ലെന്നും സെക്കൻഡ് മാരേജിന് ഒരു സാധ്യതയുമില്ലെന്നാണ് അയാളുടെ ചിന്തയെന്നും ഡിവോഴ്സ് കിട്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ കല്യാണം നടത്തി അയാളെ കാണിക്കണമെന്നും അയാളുടെ മുന്നിൽ സന്തോഷകരമായ ജീവിതം നയിച്ച് കാണിച്ചു കൊടുക്കണമെന്നും അയാൾ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണമെന്നും അപ്പോഴേ അയാൾ തന്റെ നഷ്ടം മനസ്സിലാക്കുകയുള്ളൂവെന്നും ജയന്തി പകയോടെ പറയുന്നുണ്ട്. നിധി സുധീഷിനെയും കൂട്ടി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായി പോവുകയാണ്. സൂപ്പർ മാർക്കറ്റിലെത്തിയ മറ്റു സ്ത്രീകളെ സഹായിക്കാനുള്ള സുധീഷിന്റെ ഉത്സാഹം കണ്ട് നിധി അവനെ ദേഷ്യത്തോടെ വഴക്കു പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. നിധിയുടെ തന്നോടുള്ള പൊസസീവ്നെസ് ഓർത്ത് സുധീഷ് മനസ്സിൽ സന്തോഷിക്കുകയാണ്. ലിസ്റ്റ് തന്നിരുന്നാൽ താൻ വാങ്ങിച്ചു കൊണ്ടുവരുമായിരുന്നുവെന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ വീടിനു വേണ്ടി സുധീഷ് ഒന്നും ചെയ്യാത്തതിനെ നിധി കുറ്റപ്പെടുത്തുകയാ. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് നിധി പണം കൊടുക്കാനായി തുടങ്ങുന്നുണ്ടെങ്കിലും താൻ കൊടുക്കാമെന്ന് സുധീഷ് പറയുകയാ. സുധീഷ് ക്യാഷ് എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ വീടിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേന്ന് പറഞ്ഞ് നിധി തന്നെ ആ ക്യാഷ് അടയ്ക്കുകയാ. തന്റെ വീടിനും വീട്ടുകാർക്കും വേണ്ടി ജീവിക്കുന്ന നിധിയോടുള്ള സുധീഷിന്റെ ഇഷ്ടം കൂടുകയാണ്. പിന്നീട് വണ്ടിയിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്കുന്നതിനിടയിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചതിനെ കുറിച്ച് സുധീഷ് നിധിയോടായി ചോദിക്കുമ്പോൾ സാലറി കിട്ടിയാൽ ഉടനെ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് താൻ തീരുമാനിച്ചിരുന്നതാണെന്നും താൻ അടുക്കളയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു പെണ്ണും അഡ്ജസ്റ്റ് ചെയ്യില്ലെന്നും അടുക്കളയും വീട്ടിലെ സാധനങ്ങളും നന്നായിരുന്നാലേ കയറി വന്ന പെണ്ണിനും ഒരു ഫീൽ കിട്ടൂ എന്നും നിധി പറയുന്നുണ്ട്. പക്ഷേ കല്യാണ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ തെറ്റായി സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെന്നും ആ വീടിനെ കുറിച്ചും പെണ്ണിന്റെ സ്വഭാവത്തെക്കുറിച്ചുമെല്ലാം അവളുടെ നാട്ടിൽ ചെന്ന് അന്വേഷിക്കണമെന്നും നിധി പറയുമ്പോൾ സുധീഷ് അതിന് സമ്മതിക്കുകയാ. പിന്നീട് വീട്ടിലെത്തിയ നിധി അടുക്കളയിലേക്ക് വാങ്ങിച്ച പുതിയ പാത്രങ്ങളെല്ലാം സുധീഷിനെ കൊണ്ട് കഴുകി തുടച്ചു വെപ്പിക്കുന്നുണ്ട്. കിച്ചണിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായി ഒരുപാട് ക്യാഷൊക്കെ ചിലവാക്കിയല്ലേ എന്ന് സുഭാഷ് സുധീഷിനോടായി ചോദിക്കുമ്പോൾ വീടിനു വേണ്ടി എന്തെങ്കിലും ചിലവാക്കണമെന്ന് നിധി ആഗ്രഹം പറഞ്ഞുവെന്നും എല്ലാ ക്യാഷും നിധിയാണ് ചിലവാക്കിയതെന്നും സുധീഷ് പറയുമ്പോൾ താൻ ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് പോവുകയാണ്. എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഹരീഷും സുധീഷ് വീട്ടിലേക്കുള്ള ചെലവൊന്നും വഹിക്കുന്നില്ലെന്നും നിധിയെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നുവെന്നും പറഞ്ഞ് സുധീഷുമായി വഴക്കിടുകയാ. തർക്കം മൂത്തൊടുവിൽ ഹരീഷും സുധീഷും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തുന്നുണ്ട്. ബഹളം കേട്ട് നിധി അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും കാണുന്നത് നിലത്തു കിടന്നുരുണ്ട് അടികൂടുന്ന സുധീഷിനെയും ഹരീഷിനെയുമാണ്. സുഭാഷും നികേഷും എല്ലാം അവരോട് അടി നിർത്താനായി പറയുന്നുണ്ടെങ്കിലും അവർ അത് ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് നിധി ഒരു പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം ശക്തിയിൽ അവരുടെ ദേഹത്തേക്ക് ഒഴിച്ച് ആ പാത്രം നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. ചെറിയ കുട്ടികളെ പോലെ അടികൂടുന്ന അവരെ നിധി വഴക്കു പറയുകയാണ്. ഈ അടിയും വഴക്കും ബഹളവുമെല്ലാം താൻ സഹിക്കുന്നുണ്ടെന്ന് കരുതി വരുന്ന പെൺകുട്ടി അതുപോലെ സഹിക്കില്ലെന്നും അവൾ അവരെക്കുറിച്ച് മോശമായി ചിന്തിക്കുമെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണമെന്നും അല്ലാതെ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ അടികൂടുകയല്ല വേണ്ടതെന്നും നിധി താക്കീതോടെ പറയുകയാണ്. പിന്നീട് രാവിലെ ആവുമ്പോൾ നിധിയും കൂട്ടരും സുഭാഷ് ഏട്ടന്റെ വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാ. പെണ്ണിനുള്ള മോതിരം വാങ്ങിച്ചോന്ന് സുഭാഷ് ഏട്ടനോട് ചോദിക്കുമ്പോൾ അതൊന്നും നമ്മൾ വാങ്ങിക്കേണ്ടെന്നും 2 കുടുംബവുമായി പോയി റിങ് വാങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അവർ തന്നെ അത് വാങ്ങിച്ചു വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സുഭാഷ് പറയുകയാണ്. സുഭാഷ് അവിടുന്ന് റൂമിലേക്ക് പോയി കഴിയുമ്പോഴേക്കും ധൃതി പിടിച്ച് ഈ കല്യാണം നടത്തുന്നതിലെ ആശങ്ക നികേഷ് പങ്കുവെക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന് നല്ലതേ നടക്കൂ എന്ന് പറഞ്ഞ് നിധി നികേഷിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. താൻ എതിർത്തിട്ടും നിശ്ചയം നടത്താനുള്ള സുഭാഷിന്റെ തീരുമാനത്തെ എതിർത്ത്
താൻ നിശ്ചയത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് അച്ഛൻ ഭാസ്കരൻ പറയുന്നുണ്ടെങ്കിലും നിധി അദ്ദേഹത്തെ നിർബന്ധിച്ച് നിശ്ചയത്തിൽ പങ്കെടുക്കാനായി സമ്മതിപ്പിക്കുകയാ. വല്യച്ഛൻ ഗംഗാധരനെ കൂടി നിശ്ചയത്തിന് ക്ഷണിക്കുന്ന കാര്യം നിധി അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഭാസ്കരനും സുധീഷുമെല്ലാം അതിനെ എതിർക്കുകയാണ്. സുഭാഷ് ഏട്ടൻ മിസ്സിംഗ് ആയ സമയത്ത് വല്യച്ഛൻ ആശ്വസിപ്പിക്കാനായി എത്തിയതും തറവാട്ടമ്പലം എവിടെയാണെന്ന് പറഞ്ഞു തന്നതുമെല്ലാം ഓർമ്മിപ്പിച്ച് താൻ തന്നെ വല്യച്ഛനെ വിളിച്ചോളാമെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും നിധി വിളിക്കാൻ ചെന്നാൽ വല്യച്ഛൻ അവളെ വഴക്കു പറയുന്നത് തനിക്ക് വിഷമമാവുമെന്നും അതുകൊണ്ട് താൻ തന്നെ പോയി വിളിക്കാമെന്നും പറഞ്ഞ് സുഭാഷ് വല്യച്ഛനെയും അമ്മായിയെയും വിളിക്കാനായി അവിടെ നിറങ്ങുകയാണ്. സുഭാഷ് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സുനന്ദയും അവിടെ ഉണ്ടായിരുന്നു. സുഭാഷ് തന്റെ വിവാഹ നിശ്ചയത്തിന് വല്യച്ഛനെയും അമ്മായിയെയും ക്ഷണിക്കുന്നുണ്ടെങ്കിലും അതിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച് സുഭാഷിന്റെ ക്ഷണം നിരസിച്ച് അത് നടക്കില്ലെന്ന് പറയുകയാണ് ഗംഗാധരൻ. തറവാട്ടമ്പലത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തത് കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബമായെന്നുള്ള ചിന്തയുടെ ധൈര്യത്തിലാ അവൻ അവകാശത്തോടു കൂടി വിളിക്കാൻ വന്നതെന്ന് സുനന്ദയുടെ അമ്മയും കുറ്റപ്പെടുത്തുകയാ. സുഭാഷേട്ടൻ അതൊന്നും കാര്യമാക്കണ്ടെന്നും ഉറപ്പായും താൻ നിശ്ചയത്തിൽ പങ്കെടുക്കുമെന്നും സുനന്ദ ഉറപ്പു നൽകുന്നുണ്ട്. ലളിത അവളെ വഴക്കു പറയുമ്പോൾ തന്നെ കൺട്രോൾ ചെയ്യുന്നത് അശ്വിനാണെന്നും അശ്വിനോട് സമ്മതം ചോദിച്ച് താൻ ഉറപ്പായും സുഭാഷേട്ടന്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുമെന്ന് സുനന്ദ തീർത്തു പറയുകയാ. നിശ്ചയത്തിൽ പങ്കെടുക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ വല്യച്ഛന്റെ കാലിൽ വീണ് സുഭാഷ് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. വിഷമത്തോടെ അവിടുന്ന് സുഭാഷ് നടന്നു നീങ്ങുമ്പോൾ താൻ ഉറപ്പായും വരുമെന്ന് പറഞ്ഞ് സുനന്ദ അവനെ ആശ്വസിപ്പിക്കുകയാണ്. സുനന്ദയുടെ ആ തീരുമാനത്തെ ലളിത ചോദ്യം ചെയ്യുമ്പോൾ സുഭാഷ് അവർക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് താൻ ആ നിശ്ചയത്തിൽ ഉറപ്പായും പങ്കെടുക്കുമെന്ന് സുനന്ദ തീർത്തു പറയുകയാണ്. സുഭാഷിന്റെ നിശ്ചയത്തിന്റെ വാർത്ത അറിഞ്ഞ സുനന്ദയുടെ സന്തോഷത്തിൽ ഗംഗാധരനും ലളിതയും ആശ്വാസം കണ്ടെത്തുകയാ. അവിടെ സുധീഷും ഹരീഷും ജയന്തിയുടെ നാട്ടിലേക്ക് അവളെക്കുറിച്ച് അന്വേഷിക്കാനായി എത്തിയിരിക്കുക. സുധീഷും ഹരീഷും നാട്ടുകാരോട് ജയന്തിയെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും അന്വേഷിക്കുകയാണ്. ജയന്തിയും കുടുംബവും ആ പ്രദേശത്ത് എല്ലാവരുമായി വഴക്കുണ്ടാക്കുന്നവരാണെന്നും ആ കുടുംബം അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിലെന്ന് നാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ജയന്തി അയൽക്കാരുമായും ഭർത്താവിന്റെ വീട്ടിലും നിരന്തരം വഴക്കുണ്ടാക്കുന്ന പ്രകൃതക്കാരിയാണെന്നും അതുകൊണ്ടാണ് വിവാഹം ഡിവോഴ്സിലേക്ക് എത്തിയതെന്നും ആ വീട്ടിലെ സ്ത്രീകളുടെ സ്വഭാവം മോശമാണെന്നും അവർക്ക് എന്താണ് ജോലി, അവരെങ്ങനെ ജീവിക്കുന്നുവെന്ന് അറിയില്ലെന്നും ചില റൗഡികൾ ആ വീട്ടിലേക്ക് വരാറുണ്ടെന്നുമൊക്കെ ആ വീടിനെ കുറിച്ച് മോശം അഭിപ്രായമാണ് നാട്ടുകാരിൽ നിന്നും ലഭിക്കുന്നത്. അയൽവാസികൾ പോലും അവരുമായി സംസാരിക്കാൻ മടിക്കുന്നവരാണെന്നും ജയന്തിയുടെ നിശ്ചയം പോലും അവർ അറിഞ്ഞിട്ടില്ലെന്നും സുധീഷും ഹരീഷും മനസ്സിലാക്കുകയാണ്. അന്വേഷണങ്ങൾക്കൊടുവിൽ ജയന്തിയുടെ വീടിന് മുന്നിലെത്തുമ്പോൾ ഗേറ്റിലൂടെ അകത്തേക്ക് നോക്കി വീട്ടിലേക്ക് കയറി ചെന്നവരോട് ചോദിച്ചാലോ എന്ന് സുധീഷ് ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. ഹരീഷ് സുധീഷിനെ തടഞ്ഞ് വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊന്നും ആ വീട്ടിൽ നടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് സുധീഷിനെയും കൂട്ടി വിഷമത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. സുഭാഷിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് ലഭിച്ച വിവരങ്ങൾ സത്യമാണെന്ന് വിശ്വസിച്ച് സുഭാഷിനെ എങ്ങനെ പിന്തിരിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് സുധീഷും ഹരീഷും. വിവാഹ നിശ്ചയത്തിന്റെ തയ്യാറെടുപ്പുകൾ വീട്ടിൽ നടക്കുന്നതിനാൽ ആ സത്യം സുഭാഷേട്ടനെ അറിയിക്കുന്നത് വീട്ടിൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് അവർ ചിന്തിക്കുകയാണ്. പിന്നീട് വിവാഹ നിശ്ചയത്തിന് റെഡിയായിക്കൊണ്ടിരിക്കുന്ന നിധിയോട് അവർ ഇക്കാര്യം പങ്കുവെക്കുന്നുണ്ടെങ്കിലും അവസാന നിമിഷം ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും നിശ്ചയം കഴിഞ്ഞാലും കല്യാണം വരെ സമയമുണ്ടല്ലോ എന്നും അതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കല്യാണം വേണ്ടെന്ന് വെക്കാമെന്നും ഇക്കാര്യം ഇപ്പോൾ സുഭാഷേട്ടനെ അറിയിക്കേണ്ടെന്നും സുഭാഷേട്ടൻ വളരെ സന്തോഷത്തിലാണെന്നും നിധി പറയുകയാണ്. സുഭാഷേട്ടന്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ പോയില്ലെങ്കിൽ അശ്വിൻ അറിഞ്ഞാൽ മോശമാണെന്നൊക്കെ പറഞ്ഞ് സുനന്ദ ലളിതയെയും ഗംഗാധരനെയും നിശ്ചയത്തിൽ പങ്കെടുക്കാൻ സമ്മതിപ്പിക്കുന്നുണ്ട്. ഗംഗാധരനും ലളിതയും സുനന്ദയും കൂടി കിളിക്കൂട്ടിലേക്ക് എത്തുമ്പോൾ ഭാസ്കരൻ അവരെ പരിഹസിക്കുന്നുണ്ട്. സുഭാഷ് വന്ന് വിളിച്ചതുകൊണ്ടും സുനന്ദ നിർബന്ധിച്ചതുകൊണ്ടുമാണ് വിവാഹ നിശ്ചയത്തിന് വരാമെന്ന് സമ്മതിച്ചെന്നും വണ്ടിയിൽ സ്ഥലമുണ്ടെങ്കിൽ ഞങ്ങളെ കൂടി കൊണ്ടുപോകണമെന്നും കൃത്യസമയത്ത് ഞങ്ങൾ റെഡി ആയിരിക്കുമെന്നും വല്യച്ഛൻ പറയുമ്പോൾ സുഭാഷ് അത് സമ്മതിച്ച് അവർക്ക് ടൈം പറഞ്ഞു കൊടുക്കുകയാണ്. കൃത്യസമയത്ത് എത്താമെന്നറിയിച്ച് ഗംഗാധരനും ലളിതയും സുനന്ദയും അവിടുന്ന് പോവുകയാണ്. സുഭാഷേട്ടന്റെ നിശ്ചയത്തിൽ പങ്കെടുക്കാനായി നീതു റെഡിയായി കിളിക്കൂട്ടിലേക്ക് വരുമ്പോൾ ഹരീഷ് ഓരോന്ന് പറഞ്ഞ് അവളെ മടക്കി അയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ നിശ്ചയത്തിൽ പങ്കെടുക്കുമെന്ന വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ് നീതുവും. സുഭാഷേട്ടന്റെ നിശ്ചയത്തിൽ പങ്കെടുക്കാനായി അവിനാശും എത്തുന്നുണ്ട്. എല്ലാവർക്കുമായി പോവാനായി സുഭാഷ് പറഞ്ഞതനുസരിച്ച് ഒരു ട്രാവലർ അങ്ങോട്ട് എത്തുകയാണ്. അപ്പോഴേക്കും സുഭാഷ് സുധീഷിനോട് അമ്മായിയെയും വല്യച്ഛനെയും സുനന്ദയെയും വിളിച്ചു കൊണ്ടുവരാനായി പറയുന്നുണ്ട്. സുധീഷ് അവരെ പോയി വിളിച്ചുകൊണ്ടുവരുമ്പോഴേക്കും പൂജ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛന്റെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങി എല്ലാവരും സന്തോഷത്തോടു കൂടി ട്രാവലറിൽ കയറി നിശ്ചയത്തിനായി പുറപ്പെടുകയാണ്. അവർ ജയന്തിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങളൊന്നുമില്ലായിരുന്നു. അവർ ചെന്ന് കയറുമ്പോഴാണ് പെൺവീട്ടുകാർ വെളിപ്പെടുത്തുന്നത് നിശ്ചയം നടത്താൻ അവർക്ക് താല്പര്യമില്ലെന്നും ജയന്തി തന്റെ ഭർത്താവുമായി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇക്കാര്യം അവർ ബ്രോക്കറെ അറിയിച്ചിരുന്നുവെന്നും. അവർ ബ്രോക്കറുടെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും മൊബൈൽ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ഇക്കാര്യം നേരത്തെ അറിയിക്കാത്തതിൽ
ഭാസ്കരനും കൂട്ടരും ജയന്തിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി ചോദ്യം ചെയ്ത് അവിടെ നിന്നിറങ്ങുകയാ. നിശ്ചയം മുടങ്ങിയത് സുഭാഷിനും കുടുംബത്തിനും അപമാനമാവുകയാ. മടക്കയാത്രയിൽ ഗംഗാധരൻ ലളിതയും സുഭാഷിനെയും ഭാസ്കരനെയും കുറ്റപ്പെടുത്തുകയും അവർ തമ്മിൽ തർക്കങ്ങളാവുമ്പോഴേക്കും വാഹനം പാതി വഴിയിൽ നിർത്തിച്ച് അവരിറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഭാസ്കരനും സുധീഷും ഹരീഷുമെല്ലാം സുഭാഷിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയും ചാടിക്കയറി തീരുമാനങ്ങൾ എടുക്കുന്ന സുഭാഷിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ സഹികെട്ട് ഹരീഷിന്റെ വിവാഹം നടക്കാൻ വേണ്ടിയാണ് താൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും നീതുവാണ് അതിന് കാരണക്കാരിയെന്നും സുഭാഷ് പറയുന്നത് കേൾക്കെ സുഭാഷിന്റെ വിവാഹ കാര്യത്തിൽ ഇടപെട്ട നീതുവിനെ വിളിച്ച് വഴക്കു പറഞ്ഞ് ഹരീഷ് അവളെ കുറ്റപ്പെടുത്തുകയാ. നിശ്ചയം മുടക്കിയതും വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളും സുഭാഷിനെ ആകെ തകർക്കുകയാണ്. സുഭാഷിന്റെ ടെൻഷനോടുള്ള ഇരിപ്പ് കണ്ട് അവിനാശ് അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിനാശ് സുഭാഷിനെ തന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് അവിനാശ് തന്റെ സഹോദരിയായ ചാന്ദിനിയെ വിവാഹം കഴിക്കാൻ സുഭാഷിനോട് പറയുകയാണ്. അത് കേൾക്കെ നാണത്തോടെ പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ചാന്ദിനിയുടെ കണ്ണുകളിൽ നിന്നും അവൾക്ക് തന്നോട് പ്രണയമുണ്ടെന്ന് സുഭാഷ് മനസ്സിലാക്കുകയാണ്. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിക്കുകയാ. വീണ്ടും ഹരീഷിനെ നീതു വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അവളോട് കടുത്ത ഭാഷയിൽ സംസാരിച്ച് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നീതുവിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. വിഷമത്തോടെ വീട്ടിൽ നിന്ന് പോയ സുഭാഷ് ഏട്ടൻ തിരികെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് നിധിയും സുധീഷും ഹരീഷും നികേഷും എല്ലാം കൺഫ്യൂഷൻ ആവുകയാണ്. രാത്രിയിൽ നിധി സുധീഷിനെ തന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായി തകർന്ന സുഭാഷ് ഏട്ടനെ ഈ ഒരു ദിവസം നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് സുധീഷിനെയും ഹരീഷിനെയും എല്ലാം സുഭാഷിനെ വാച്ച് ചെയ്യാൻ ഏൽപ്പിക്കുകയാ. അങ്ങനെ അവർ ഉറക്കമിളച്ച് സുഭാഷ് ഏട്ടനെ ശ്രദ്ധിച്ചിരിപ്പുണ്ടെങ്കിലും രാവിലെ ആവുമ്പോൾ സുഭാഷ് ഏട്ടൻ ആ വീട്ടിൽ തന്നെ ഉണ്ടെന്നത് അവർക്ക് ആശ്വാസമാവുകയാ. സുഭാഷിന്റെ സന്തോഷകരമായ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്ന സുധീഷ് അവിനാശിന്റെ കൂടെ പോയതിനു ശേഷമാണ് സുഭാഷ് ഏട്ടന്റെ ഈ മാറ്റമെന്നോർത്ത് അവിനാശിന്റെ വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അവിനാശ് തന്റെ സഹോദരിയായ ചാന്ദിനിയെ വിവാഹം കഴിക്കാമോ എന്ന് സുഭാഷിനോട് ചോദിച്ചതാണ് സുഭാഷിന്റെ സന്തോഷത്തിന് കാരണമെന്ന് സുധീഷ് മനസ്സിലാക്കുകയാണ്. കിളിക്കൂട്ടിൽ തിരിച്ചെത്തുന്ന സുധീഷ് ഇതെല്ലാവരെയും അറിയിക്കുമ്പോൾ അവർക്കും സന്തോഷമാവുകയാ. സുഭാഷും ചാന്ദിനിയുമൊത്തുള്ള പ്രണയ നിമിഷങ്ങളും തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.